കോഴിക്കോട് ഷഹബാസ് കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ ഈ മാസം 11 മാറ്റി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തള്ളിയതോടെയാണ് കുറ്റാരോപിതർ സെഷൻസ് കോടതിയെ സമീപിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിശദാംശങ്ങൾ. സജിത്ത്, വളരെ വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറയാൻ നേരത്തെ കേസ് മാറ്റിയത്. എന്നാൽ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ 11 മാറ്റുന്നു എന്ന ഒരു ഉത്തരവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ല. എന്തായാലും ഈ കുട്ടികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും ഒരു ഹീന കുറ്റകൃത്യം എന്ന രീതിയിൽ ഈ കുറ്റകൃത്യത്തെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് ഈ ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. കൃത്യമായ ആസൂത്രണം ഈ കൃത്യത്തിന് മുമ്പും പിമ്പും ഉണ്ടായിരുന്നു. ഈ കൃത്യം നടത്തിയ ശേഷവും ഇൻസ്റ്റാഗ്രാം വഴി വലിയ മോശമായ പരാമർശങ്ങളാണ് കുട്ടികൾ നടത്തിയത്. ഒപ്പം ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അതിന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പോലും അവർക്ക് കൃത്യമായ ധാരണയുള്ള രീതിയിലായിരുന്നു അവരുടെ സംഭാഷണം. പക്ഷേ പ്രതിഭാഗം ഇത് പൂർണ്ണമായി നിഷേധിക്കുന്നു. അവർ ഉള്ള ഇടത്തേക്കാണ് ഈ ഷഹബാസും കൂട്ടുകാരും എത്തിയത്. അവരാണ് ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നത്. ഷഹബാസ് അടക്കമുള്ളവർ ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾ പോലുമല്ല. മനഃപൂർവ്വമായ ഒരു ആക്രമണമല്ല ഉണ്ടായത്. ഒരു സംഘർഷത്തിനിടയിൽ ഉണ്ടായ ഒരു സംഭവം എന്ന രീതിയിൽ മാത്രം ഇതിനെ വിലയിരുത്തിയാൽ മതി. കുട്ടികളാണ്. അവർ പരീക്ഷ എഴുതിയ പോലും തടവറയിൽ നിന്നുകൊണ്ടാണ്. ഇത്രയും ദിവസം റിമാൻഡിൽ കഴിഞ്ഞത് തന്നെ അവർക്ക് വലിയ ശിക്ഷ ലഭിച്ചിരിക്കുന്നു. അവരെ നിയന്ത്രിക്കാൻ രക്ഷകർത്താക്കൾക്ക് ആവും എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിലയിരുത്തലനുസരിച്ച് ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ അവർക്ക് സുരക്ഷ ഏർപ്പാടാക്കുന്നതും വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളാണ്. കാരണം ജനക്കൂട്ടം വലിയ രീതിയിൽ ഇപ്പോഴും പ്രകോപിതരാണ്. ഓരോ ഇടങ്ങളിലായാണ് ഈ 6 പ്രതികളും താമസിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കമുണ്ട് എന്ന് പോലീസും ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും 11 ഈ കേസിലെ വിധി വരും. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഷഹബാസ് വധക്കേസുമായി ബന്ധപ്പെട്ട വിധി അത് സംബന്ധിച്ച കോടതി നീക്കങ്ങളാണ് അനീഷ് വ്യക്തമാക്കിയത്.